കൊട്ടിയൂർ ഉത്സവം കഴിഞ്ഞാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കൊട്ടിയൂർ ദക്ഷയാഗ തത്വം. ഇനിയും വരും വർഷങ്ങളിലും കൊട്ടിയൂരിൽ പോകുമ്പോൾ ഈ ദക്ഷയാഗ തത്വം അറിഞ്ഞാൽ കൂടുതൽ ഭഗവാനോട് അടുക്കാനും കൊട്ടിയൂർ പെരുമാളിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകാനും സാധിക്കും. നമസ്കാരം പ്രിയപ്പെട്ടവരെ, കൊട്ടിയൂരിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു പഠിച്ചാൽ അതിന് കോടാനുകോടി വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് അറിയാൻ സാധിക്കും. കാരണം ഹിമവാന്റെ പുത്രിയായി പാർവതി ദേവി ജനിക്കുന്നതിന് മുമ്പ് നടന്ന കഥയാണ് കൊട്ടിയൂരിൽ ഉള്ളത്. അതായത് മഹാദേവൻ്റെ പത്നിയായി ആദ്യം ഉണ്ടായിരുന്നത് ദക്ഷൻ്റെ പുത്രിയായ സതിയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം ആണല്ലോ. മഹാദേവ നിന്ദകനായ ദുഷ്ടനായ ദക്ഷൻ്റെ മകളായി ഇരിക്കുന്നതിലും നല്ലത് ആത്മാഹൂതിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണല്ലോ സതീദേവി ദേഹത്യാഗം ചെയ്തത്. ആ സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥലമാണ് കൊട്ടിയൂർ പെരുമാൾ സ്വയംഭുവായി സ്ഥിതി ചെയ്യുന്ന മണിത്തറയ്ക്ക് പുറകിലായി വാളറയ്ക്ക് അടുത്തായി അമ്മാറക്കല്ല് എന്ന് പറയുന്ന തറ. അമ്മാറക്കല്ല് എന്ന് പറഞ്ഞാൽ അമ്മ മറഞ്ഞ കല്ലുള്ള സ്ഥലം എന്നാണ്. ദക്ഷയാഗം കഥ മുഴുവനായി വിസ്തരിക്കാതെ അതിൻ്റെ പ്രധാന തത്വങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ബ്രഹ്മാവിൻ്റെ പുത്രനാണ് പ്രജാപതിയായ ദക്ഷൻ. അത്രയും ശ്രേഷ്ഠനായ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ഒരാൾ മഹേശ്വര നിന്ദകനായി മാറി. കാരണം എന്താണ്? ഞാൻ പ്രജാപതിയാണെന്നും എൻ്റെ സുന്ദരിയായ മകളെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്ന ആളാണ് മഹാദേവനെന്നും അപ്പോൾ എൻ്റെ വെറുമൊരു മരുമകൻ മാത്രമാണ് മഹാദേവനെന്നും ദക്ഷൻ ചിന്തിച്ചു. അതിനുള്ള കാരണ അവസരം മഹാദേവനും മറ്റു ദേവഗണങ്ങളും ഇരുന്ന സ്ഥലത്ത് ദക്ഷൻ കടന്നു വന്നയുടനെ അമ്മായി അച്ഛനായ തന്നെ കണ്ട് പരമശിവൻ എഴുന്നേറ്റ് നിന്ന് ദക്ഷനെ വണങ്ങിയില്ല എന്നുള്ളതാണ് ദക്ഷ പ്രജാപതിയുടെ നീരസത്തിന് കാരണം. ആ നീരസത്തിനുള്ള പ്രതികാരം എന്നവണ്ണമാണ് നമ്മളിന്ന് കാണുന്ന ഈ ദക്ഷയാഗ ഭൂമിയിൽ കൊട്ടിയൂരിൽ മറ്റെല്ലാ ദേവതകളെയും ക്ഷണിച്ച് മഹാദേവനെ മാത്രം ക്ഷണിക്കാതെ അവഗണന എന്ന തരത്തിൽ തൻ്റെ പുത്രിയായ സതിയോടും പറയാതെ ഈ യാഗം കൊട്ടിയൂരിൽ നടത്തിയത്. ദേവന്മാരുടെ ദേവനായ മഹാദേവന് ഹവിസ് സമർപ്പിക്കാതെയുള്ള ഈ യാഗം ഒരിക്കലും സാത്വിക യാഗം അല്ലതാനും. അങ്ങനെ ഈശ്വര നിന്ദയോടു കൂടി ചെയ്ത ഈ യാഗത്തിൻ്റെ പരിണിത ഫലമോ സ്വന്തം തലയും പോയി ജീവനും പോയി കൂടെ ഉള്ളവർക്കെല്ലാവർക്കും അപകടവും വന്നു. ബ്രഹ്മാവും വിഷ്ണുവും മറ്റു ദേവതകളും ഇടപെട്ടിട്ടും ജീവൻ തിരിച്ചു കിട്ടിയ തലയോ ആടിൻ്റേതും. ദക്ഷയാഗ ആചാര്യനായിരുന്ന ഭൃഗു മഹർഷിയുടെ താടി വലിച്ചു പറിച്ച് കാട്ടിലേക്ക് എറിഞ്ഞതിൻ്റെ സൂചകമായിട്ടാണ് നമ്മളിന്ന് ഓടപ്പൂവ് മേടിക്കുന്നത്. അതും അറിയണം. ഈ കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട തത്വമെന്ന് പറയുന്നത് താനെന്നും എനിക്കെന്നും എൻ്റേതെന്നും എന്നും മാത്രം ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അധപ്പതനം മാത്രമാണ് ഫലം എന്നാണ്. അത് പ്രജാപതി എന്നല്ല, എത്ര വലിയവനായാലും ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഹന്ത മമതാദികൾ പാടില്ല. എല്ലാം തൻ്റെ കഴിവും കേമത്വവുമാണെന്നുള്ള ഈശ്വര നിന്ദയും പാടില്ല. നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് എത്ര പണവും പ്രതാപവും പദവിയും ഒക്കെ ഉണ്ടെങ്കിലും അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായതാണെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായി അത്തരത്തിൽ വിനീതനായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കഥകളിലൂടെ ഒക്കെയും പഠിക്കേണ്ടത്. ഈ വേദാന്ത തത്വത്തെ കൽക്കണ്ട പരുവത്തിന് വളരെ ലളിതമായി പൂന്താനം ജ്ഞാനപ്പാനയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ
2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എല്ലാം ഭഗവാന്റെ ഇച്ഛയും തീരുമാനത്തോടും കൂടി മാത്രമേ നടക്കുകയുള്ളൂവെന്ന് നമ്മൾ അറിയണം, ചിന്തിക്കണം. ജീവിതത്തിൽ ഒന്നുകൊണ്ടും ഒരിടത്തും അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കാരത്തിൻ്റെ ഫലം ആപത്താണെന്ന് ദക്ഷയാഗം കഥ നമ്മളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നു. ഓരോ വർഷത്തെയും കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് അതാണ്. അല്ലാതെ അവിടെ പോയി വലിയ വഴിപാടുകളൊക്കെ നടത്തി ഭഗവാനെ വേലക്കാരനാക്കി മാറ്റി തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഉരുട്ടി സാധിച്ചു തരുന്ന ഒരു കച്ചവടക്കാരനാണെന്നുള്ള ചിന്തിക്കാതെ ഏത് ദേവസ്ഥാനത്ത് പോകുമ്പോഴും അവിടുത്തെ ഐതിഹ്യവും മഹിമയും ഒക്കെ മനസ്സിലാക്കി മര്യാദാമസൃണമായ ഒരു ജീവിതം തൻ്റെ ബന്ധുക്കൾക്കും സമൂഹത്തിനും മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ, തീർത്ഥാടനത്തിൻ്റെ യഥാർത്ഥ തത്വം. അല്ലാതെ നമ്മുടെ ആവലാദികളും വേവലാദികളും പറഞ്ഞ് അങ്ങനെ വേണേ ഇങ്ങനെ വേണേ ഇതു സംഭവിക്കണേ എന്ന് ഭഗവാനോട് പരാതിപ്പാട്ട് പാടി അവിടെയുള്ള ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കലല്ല ക്ഷേത്ര ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്ന് ചിന്തിക്കൂ, എന്തൊക്കെ വഴിപാടുകളും എന്തൊക്കെ നേർച്ച കാഴ്ചകളൊക്കെ നടത്തിയാലും നമ്മൾക്ക് വിധിച്ചതേ നമ്മൾക്ക് ലഭിക്കൂ. അറിയുക, കൊതിച്ചതൊന്ന്, വിധിച്ചത് എപ്പോഴും മറ്റൊന്ന് ആയിരിക്കും. സുഖം വന്നാലും ദുഃഖം വന്നാലും സ്വീകരിക്കാനുള്ള ഒരു വലിയ മനസ്സാണ് ക്ഷേത്ര ദർശനം കൊണ്ട് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. അതിനാണ് പണ്ട് നമ്മുടെ ആചാര്യന്മാർ നാമസങ്കീർത്തനവും മറ്റ് ജപവും ധ്യാനവുമൊക്കെ ക്ഷേത്രത്തിലിരുന്ന് നടത്തുവാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ധ്യാനാവസ്ഥയിലിരിക്കുന്ന ഒരു യോഗിവര്യൻ്റെ രൂപത്തിൽ ക്ഷേത്രത്തെ രൂപകൽപ്പന ചെയ്തതും അത്തരത്തിലാണ്. ഇന്നതെല്ലാം കാര്യസാധ്യത്തിനു വേണ്ടി വഴിപാടുകൾ നടത്തുന്ന ഒരു കച്ചവട സ്ഥാപനമായി അധപ്പതിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എല്ലാം അറിയുന്ന ഈശ്വരന് നമ്മൾ പറയാതെ തന്നെ നമ്മൾക്ക് എന്താണ് വേണ്ടത് വേണ്ടാത്തതെന്ന് തീർച്ചയായും അറിയാം. യഥാർത്ഥ ഒരു ഭക്തൻ, ഒരു സാധകൻ, ഉപാസകൻ ക്ഷേത്രത്തിൽ പോയാൽ ഭഗവാനോട് ഒന്നും ആവശ്യപ്പെടാറില്ല. ഭഗവാനെ, അങ്ങേക്ക് സുഖമാണോ, അല്ലെങ്കിൽ അങ്ങ് സുഖമായി ഇരിക്കണേ, എന്നാൽ ഞാൻ ഉൾപ്പെടുന്ന ഈ ലോകം മൊത്തവും സുഖമായിരിക്കും എന്നു മാത്രമാണ് അമ്പലത്തിൽ പോയാൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്. അതാണ് ഭാരതത്തിൻ്റെ മാത്രമായിട്ടുള്ള വിശ്വമന്ത്രം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നത്. അങ്ങനെയുള്ള ഭക്തൻ്റെ എല്ലാ ദുഃഖ ദുരിതങ്ങളെയും ഭഗവാൻ തീർച്ചയായും ഇല്ലാതെയാക്കും. അതാണ് നമേ ഭക്ത പ്രണശ്യതി എന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് സർവവേദാന്ത സാരമായ ഭഗവത്ഗീതയിൽ ഭഗവാൻ നമുക്ക് ഉറപ്പു തരുന്നതും. അനന്യ ചിന്തയന്തോമ ഏജന പരിഭാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന്. എന്നെ മാത്രം ചിന്തിച്ചു കഴിയുന്ന ഭക്തൻ്റെ എല്ലാ യോഗക്ഷേമങ്ങളും കരാമ്യഹം എന്നല്ല അവിടെ പറയുന്നത്, എൻ്റെ കൈകൾ കൊണ്ട് സാധിച്ചു കൊടുക്കും എന്നല്ല. ഭക്തന് വേണ്ട കാര്യങ്ങൾ തലച്ചുമടെ കൊണ്ട് കൊടുക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതുതന്നെ ഗീതയിൽ 18-ാമത്തെ അധ്യായത്തിൽ അരക്കിട്ടുറപ്പിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ അഹന്ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചക എന്ന്. സർവധർമ്മകർമ്മങ്ങളും ഈശ്വരാർപ്പിതമായി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സർവ പൂർവജന്മാർജിതമായുള്ള സകല പാപങ്ങളെയും ഞാൻ നീക്കം ചെയ്ത് അവന് മോക്ഷത്തെ കൊടുക്കുന്നു എന്ന് ഭഗവത്ഗീത നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇത്രമാത്രം ഭഗവാൻ ഉറപ്പു തരുന്ന
ഒരു ഗ്രന്ഥവും ഒരു ലോകത്തും ഉണ്ടായിട്ടില്ല. കൊട്ടിയൂർ ദക്ഷയാഗം പഠിപ്പിച്ചു തരുന്ന മറ്റൊന്ന്, സ്വന്തം ഭർത്താവിൻ്റെ അല്ലെങ്കിൽ വീട്ടിൽ ഉള്ളവരുടെ അനുവാദമില്ലാതെ ഒരു സ്ഥലത്തും ഒരു കാര്യപരിപാടിക്കും പോകരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളെ ക്ഷണിക്കാത്ത ഒരു കാര്യത്തിനും പോകാൻ പാടുള്ളതല്ല. സതീദേവിക്ക് പറ്റിപ്പോയത് അതാണ്. ഒന്ന്, അച്ഛനായിരിക്കുന്ന ദക്ഷൻ മകളെ ഈ യാഗത്തിന് ക്ഷണിച്ചിട്ടില്ല. 2, നമ്മളെ ക്ഷണിക്കാത്ത യാഗത്തിന് പോകരുതെന്ന് മഹാദേവൻ ആകുന്നത് സതീദേവിയോട് പറഞ്ഞു. ഇതു രണ്ടും വകവയ്ക്കാതെയാണ് ദേവി പോയത്. കാരണമോ ദേഹത്യാഗം ഫലമായി വന്നു. മറ്റൊന്ന് ഈ കഥയിൽ പഠിക്കാനുള്ളത്, യാഗ ആചാര്യനായ ഭൃഗു മഹർഷിക്കും മറ്റ് ഋത്തുക്കൾക്കും സംഭവിച്ച വിനയാണ്. സാത്വികമായി ദേവപൂജ ചെയ്യേണ്ട ഋഷികളും പുരോഹിതന്മാരും ദേവദേവനായ മഹാദേവനെ ക്ഷണിക്കാതെ നിന്ദ ചെയ്യുന്ന ഒരു പൂജയിൽ ഭാഗവാക്കായി. ഫലമോ ദേഹപീഡയും ദുഷ്പേരും ഉണ്ടായത് മാത്രം മിച്ചം. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, പുരോഹിതന്മാരെ വിളിച്ച് പൂജ ചെയ്യിക്കുന്നത് എപ്പോഴും സാത്വിക കാര്യങ്ങൾക്ക്, നമ്മൾക്കും മറ്റുള്ളവർക്കും നന്മയുണ്ടാകാൻ വേണ്ടി മാത്രമായിരിക്കണം. അല്ലാതെ മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കുന്ന ഒരു കാര്യം ചെയ്താൽ അത് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും ആപത്ത് ഉണ്ടാവും എന്ന് ദക്ഷയാഗത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. മറ്റൊന്ന്, മഹാദേവനെ അപമാനിക്കാൻ വേണ്ടി നടത്തിയ യാഗഭൂമിയിൽ ചിന്തിക്കുക. യാഗം കഴിഞ്ഞ് കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ മണിത്തറയിൽ സ്വയംഭുവായി പ്രത്യക്ഷപ്പെട്ട് ഇന്നും അവിടെ എത്തുന്ന ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മഹാദേവൻ്റെ മഹാമനസ്സിനെ നമ്മൾ എത്ര മതിച്ചാലും മതിവരില്ല. അതാണ് ഈശ്വരന്മാരുടെ മനസ്സെന്നും നമ്മൾ തിരിച്ചറിയുക. അവർക്ക് തന്നെ നിന്ദിക്കുന്നവരോട് പോലും ഒരു വിരോധവും ഇല്ലെന്നുള്ളതാണ് ദക്ഷനെ പുനർജീവിപ്പിച്ചതിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. ഒരു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി അവിടെ കാര്യം സാധിച്ചില്ലെങ്കിൽ ആ ദേവനെ തെറി പറഞ്ഞ് അടുത്ത ദേവനിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ് ഇത്. പാലാഴിമദന സമയത്ത് കാളകൂട വിഷം നിലത്ത് വീണാൽ ലോകം നശിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് മഹാദേവൻ താൻ മരിച്ചാലും ലോകം നിലനിൽക്കണമെന്നുള്ള മഹാദേവൻ്റെ മഹാമനസ്സ്, ആ വലിയ മനസ്സാണ് മൃത്യുഞ്ജയനായ പരമശിവനെ നീലകണ്ഠനാക്കി മാറ്റിയത്. അങ്ങനെ കൊട്ടിയൂർ ദക്ഷയാഗ കഥയിൽ നിന്ന് നമ്മൾ അനവധി പഠിക്കാനുണ്ടെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആ പെരുമാളിനു മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സദ്ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ഓം. ജയ് സീതാറാം. ഹരി ഗോവിന്ദ.